ഒരു സംശയമില്ല, ഇത് പൊളിച്ചടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മോനെ, ഏപ്രിൽ 2-ാം തീയതി 2014 മുതൽ തുടങ്ങിയ ഒരു സാധനമാണ് ദൃശ്യം. ദൃശ്യം 2, ഇപ്പോൾ ദൃശ്യം 3. ദൃശ്യം ഏത് ലെവൽ പണി വെച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ദൃശ്യം 2 ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു വലിയ ഒരു പണലായിരുന്നു ആദ്യം ചെയ്തു വെച്ച സംഭവം എന്ന് പറയുന്നത്. ആകെപ്പാടുള്ള നിരാശ എന്ന് പറയുന്നത് അത് OTTക്ക് പോയി എന്ന് മാത്രമായിരുന്നു. പക്ഷെ അത് വേറെ ലെവൽ സാധനം വരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിൻ്റെ ഒരു 3-ാം പാർട്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കും എവിടെ ചെന്ന് എത്തുമോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അജാതി സംഭവം, ബുക്കിംഗ്, കളക്ഷൻ ഒന്നും തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അളവിലോട്ട് കാര്യങ്ങൾ മാറും. മാത്രമല്ല, മോഹൻലാലിൻ്റെ പടമാണ്. ഒരു ജസ്റ്റ് പോസിറ്റീവ്, പ്രത്യേകിച്ച് ഇജാതി ഹൈപ്പുള്ള ഒരു പടം, ഒരു ജസ്റ്റ് പോസിറ്റീവ് എങ്ങാനും വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കളക്ഷൻ എവിടെ ചെന്ന് എത്തുമെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അജാതി സാധനമാണ് വന്നിരിക്കുന്നത്. ഏപ്രിൽ 2 ഇങ്ങ് എത്തിയടേ, സംഭവം ഇങ്ങ് എത്തി. എന്തായാലും ജീത്തു ജോസഫിന്റെ വണ്ണലാണ്. ദൃശ്യം എന്ന് പറയുന്ന സിനിമയും ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമയും ഏത് ലെവലാണ് എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ 3-ാം പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങേര് എന്തൊക്കെയാണോ എന്തോ അത് ചെയ്തു വച്ചിരിക്കുന്നത്. പക്ഷെ സംഭവം കൊളുത്തും, അതിൽ ഒരു സംശയമില്ല. കാരണം അങ്ങനെ അതുപോലെ ചെയ്തു വയ്ക്കൂടെ, ആ ഒരു വിശ്വാസമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും 3 വേറെ ലെവലായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ലാലേട്ടൻ്റെ ഒരു വെടിക്കെട്ട് സംഭവം തന്നെയായിരിക്കും. ജോർജ് കുട്ടിയുടെ ഒരു വേറെ ലെവൽ ഐറ്റം പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷ അതേപോലെ തന്നെ നിലനിർത്താനായിട്ട് ജീത്തു ജോസഫിന് സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം അതുണ്ടാവണം. കാരണം 3rd പാർട്ട് അത് ഏതില്ല, നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെയായിരുന്നു നമ്മൾ ദൃശ്യം 2 കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിൻ്റെ ദൃശ്യം 3 വരുമ്പോഴത്തേക്കും അങ്ങനെ ഏത് ലെവൽ അതിൻ്റെ അത് ചെയ്തു വയ്ക്കുക എന്നുള്ളത് ഒന്നും ഊഹിച്ചിട്ട് ഒരു കാര്യമില്ല. ഡയറക്റ്റ് നമുക്ക് തിയേറ്ററിൽ പോവുക, സിനിമ കാണുക, ഞെട്ടുക, അന്തം വിട്ടിങ്ങനെ വരിക. അമ്മാതി ഐറ്റം ആയിരിക്കാനാണ് സാധ്യത ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ആവട്ടെ. എന്തായാലും ഏപ്രിൽ 2-ാം തീയതി ഒരു പോസിറ്റീവ് കളക്ഷൻ, ബുക്കിംഗ് ഏത് ലെവൽ എത്തും എന്നുള്ളത് കാത്തിരുന്ന് കാണാം.